എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നുഷ്അത്തിൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. ഖാദികളും വ്യാപാരികളും യവനികയ്ക്ക് പുറകിലിരുന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാ, ഇവൾ തീർച്ചയായും പുണ്യവതി തന്നെ. നുഷ്അത്ത് തൻ്റെ പ്രഭാഷണം നിർത്തി. ഖാദിമാർക്കും വ്യാപാരിമാർക്കും യുവസുന്ദരിയായ പണ്ഡിതയെ അഭിനന്ദിക്കുവാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഷേർഖാൻ വിവാഹ സജ്ജീകരണങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു. വളരെ ഗംഭീരമായിട്ടാണ് വിവാഹം ആഘോഷിച്ചത്. ഗംഭീരമായ വിരുന്ന് സൽക്കാരത്തിൽ രാജ്യത്തെ എല്ലാ പ്രഭുക്കന്മാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പൗരപ്രമാണികളും പത്നീജനങ്ങളും പങ്കുകൊണ്ടു. നുഷ്അത്തിനെ മണിയറയിൽ കൊണ്ടാക്കിയിട്ടേ അമീറുകളുടെ പത്നിമാർ മടങ്ങിയുള്ളൂ. ആ സൗന്ദര്യപുഞ്ഞത്തെ കണ്ട് ഷേർഖാൻ ആനന്ദപരവശനായി. നുഷ്അത്തിനും ഷേർഖാനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വിധിയുടെ ക്രൂരതയ്ക്കിരയായ പാവങ്ങൾ. സ്നേഹവിവശരായ അവർ ആലിംഗനത്തിലമർന്നു. നാളുകൾ കടന്നുപോയി. തൻ്റെ പത്നി ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ഷേർഖാൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അമീറുകളും മന്ത്രിമാരും ഷേർഖാനെ അഭിനന്ദിച്ചു. പിതാവായ ഉമറൽ നുഅ്മാന് ഷേർഖാൻ സന്ദേശമയച്ചു. തൻ്റെ മനോഹരിയായ ഒരു പണ്ഡിത യുവതിയെ വിവാഹം ചെയ്തെന്നും അവൾ ഗർഭവതിയാണെന്നും പിതാവിനെയും സഹോദരീ സഹോദരന്മാരെയും സന്ദർശിക്കുവാനായി അവളെ ബാഗ്ദാദിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു സന്ദേശം. ദൂതൻ 8 ദിവസത്തിനുള്ളിൽ നുഅ്മാൻ്റെ കത്തുമായി മടങ്ങിയെത്തി. നിന്റെ വേർപാട് കൊണ്ട് നിരുന്മേഷവാനായി ഞാൻ ഒരു ദിവസം നായാട്ടിനു പോയി. 1 മാസത്തെ വിശ്രമത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ നല്ല വാർത്തയല്ല ശ്രവിച്ചത്. നിന്റെ സഹോദരി നുഷ്അത്തും സഹോദരൻ ദുഅൽ മക്കാനും തീർത്ഥയാത്രക്കാരുടെ കൂടെ ആരുമറിയാതെ മക്കയിലേക്ക് പോയിരിക്കുന്നുവെന്ന വിവരമറിഞ്ഞ് ഞാൻ വ്യസനിച്ചു. ഇന്ന് വരെ അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. തീർത്ഥയാത്രക്കാർ മടങ്ങി വന്നു കഴിഞ്ഞു. അവർക്കെന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ കണ്ണുനീർ കുടിച്ചാണ് കഴിഞ്ഞുകൂടുന്നത്. നിന്റെ വാർത്തകൾ അറിയിക്കാൻ വൈകിക്കരുത്. അല്ലാഹു നിനക്കും നിന്റെ ഭാര്യയ്ക്കും സമാധാനമരുളട്ടെ. ഈ കത്ത് കിട്ടിയിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഷേർഖാൻ ഗർഭിണിയായ പത്നിയെ പിതാവിൻ്റെ കത്തിലെ ദുഃഖകരമായ വാർത്ത അറിയിച്ചിരുന്നില്ല. നുഷ്അത്ത് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഒരു ദിവസം ഷേർഖാൻ തൻ്റെ പത്നിയുടെ മുറിയിൽ ചെന്നു. ഓമനപുത്രിയെ വാത്സല്യപൂർവ്വം തലോടി. ഇന്ന് അവൾ ജനിച്ചിട്ട് 7 ദിവസം തികയുകയാണ്. അവൾക്ക് പേരിടണം, നുഷ്അത്ത് പറഞ്ഞു. ഷേർഖാൻ കുഞ്ഞിനെ വാത്സല്യപൂർവ്വം കോരിയെടുത്തു. അവളുടെ കഴുത്തിൽ സുവർണ ചങ്ങലയിൽ ഒരു രത്നം കോർത്തിട്ടിരിക്കുന്നത് കണ്ട് ഷേർഖാൻ സൂക്ഷിച്ചു നോക്കി. ഇബ്രീസയുടെ രത്നങ്ങളിലൊന്ന്. ഷേർഖാൻ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഈ രത്നം കിട്ടിയത് അടിമപ്പെണ്ണേ? നുഷ്അത്തിന് അടിമ എന്ന വാക്ക് രുചിച്ചില്ല. ഞാനാണ് നിങ്ങളുടെ യജമാനത്തി, ഈ കൊട്ടാരത്തിലെ എല്ലാവരുടെയും യജമാനത്തി. ഒരു രാജ്ഞിയായ എന്നെ അടിമയെന്ന് വിളിക്കുവാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ഞാനൊരു രാജപുത്രിയാണ്. ഉമറൽ നുഅ്മാൻ എന്ന രാജാവിൻ്റെ ഓമനപുത്രി നുഷ്അത്ത് അൽ സമാൻ. ഷേർഖാൻ്റെ ദേഹമാസകലം വിറകൊണ്ടു. താൻ എന്താണ് കേൾക്കുന്നത്? അയാളുടെ മുഖത്ത് രക്തമില്ലാതായി. ഷേർഖാൻ ബോധശൂന്യനെ പോലെ തല കുമ്പിട്ടിരുന്നു. താൻ കേട്ടത് വാസ്തവം തന്നെയോ എന്നറിയാൻ അയാൾ വീണ്ടും ചോദിച്ചു, നീ ഉമറൽ നുഅ്മാൻ്റെ പുത്രിയാണെന്നോ? അതെ, യാതൊരു സംശയവുമില്ല. അവൾ തൻ്റെ കഥ മുഴുവൻ ഷേർഖാനെ വിവരിച്ച് കേൾപ്പിച്ചു. ഷേർഖാൻ ഇടിവെട്ടേറ്റതുപോലെ മരവിച്ചിരുന്നു. അയാൾ വെന്തുരുകുകയായിരുന്നു. എന്താണ് ഞാൻ ചെയ്തത്? ദൈവമേ, എന്തൊരു മഹാപാപമാണിത്! ഇതിനൊരു പോംവഴിയേ ഉള്ളൂ. എൻ്റെ തന്നെ ഒരു പള്ളിയറ വിചാരിപ്പുകാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കുക. എല്ലാവരും
സംഗതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളുടെ കൂടെ ശയിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞിരുന്നു എന്ന് പറയുകയേ നിർവാഹമുള്ളൂ. ദീർഘനേരത്തെ മൗനത്തിന് ശേഷം ഷേർഖാൻ പറഞ്ഞു, ഓ നുഷ്അത്ത്, ഞാൻ ഞാൻ നിന്റെ സഹോദരൻ ഷേർഖാനാണ്, ഉമറൽ നുഅ്മാൻ്റെ പുത്രൻ. നുഷ്അത്ത് ഒരു ഞെട്ടലോടെ ആർത്തസ്വരത്തോടെ ബോധശൂന്യമായി വെട്ടിയലച്ചു വീണു. ബോധം തെളിഞ്ഞ അവൾ മാറത്തടിച്ച് കരഞ്ഞു. എന്തൊരു കടുത്ത പാപമാണ് ചെയ്തത്! ഇനി എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് മാതാപിതാക്കളെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഷേർഖാൻ അവളെ സമാധാനിപ്പിച്ചു. ഞാൻ പള്ളിയറ വിചാരിപ്പുകാരന് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കും. ഈ കുഞ്ഞ് അയാളുടെ കുടുംബത്തിൽ വളരട്ടെ. ആ നല്ല മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് വരുത്താൻ പോവുകയാണ്. രഹസ്യം പുറത്താകുന്നതിന് മുൻപ് കാര്യങ്ങൾ ശരിയാക്കണം. അത് മാത്രമേ പോംവഴിയുള്ളൂ. സഹോദര, ഈ കുഞ്ഞിന് എന്ത് പേരിടണം? ഇവൾക്ക് കൊടിയ ഫാക്കാമ എന്ന് പേരിടാം. വിധിബലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഷേർഖാൻ ഉടൻ തന്നെ നുഷ്അത്തിനെ പള്ളിയറ വിചാരിപ്പുകാരന് വിവാഹം ചെയ്തു കൊടുത്തു. അനവധി പാരിതോഷികങ്ങളും നൽകിയാണ് ഷേർഖാൻ അവരെ അയച്ചത്. പള്ളിയറ വിചാരിപ്പുകാരൻ നുഷ്അത്തിനെയും കുഞ്ഞിനെയും അത്യാദരപൂർവം തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുവിധം സമാധാനത്തോടു കൂടിയാണ് നുഷ്അത്ത് പുതിയ ജീവിതം ആരംഭിച്ചത്. ഇതെല്ലാം സംഭവിച്ചത് ദുഅൽ മക്കാൻ സ്നാനമന്ദിരത്തിലെ ജോലിക്കാരൻ്റെ കൂടെ ബാഗ്ദാദിലേക്ക് പുറപ്പെടുവാൻ തയ്യാറാകുന്ന കാലത്താണ്. ഉമറൽ നുഅ്മാൻ്റെ രാജധാനിയിൽ നിന്നും മറ്റൊരു ദൂതൻ ഷേർഖാൻ്റെ അരമനയിലെത്തി. നുഅ്മാൻ്റെ സന്ദേശം ഇതായിരുന്നു: കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപിരിഞ്ഞ ദുഃഖത്തിൽ നിന്ന് ഞാൻ വിമുക്തനല്ല. വാർഷിക തിരുമുൽക്കാഴ്ച അയക്കുമ്പോൾ നിന്റെ പത്നിയെ കൂടി ഇങ്ങോട്ട് പറഞ്ഞയക്കണം. എനിക്ക് അവളെ കാണാൻ തിടുക്കമായി. അവളുടെ പാണ്ഡിത്യം പരീക്ഷിച്ച് ആഹ്ലാദിക്കാനും ആഗ്രഹമുണ്ട്. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഒരു മാന്യവൃദ്ധയും 5 യുവതികളും എത്തിയിട്ടുണ്ട്. അവർ നാനാ വിഷയങ്ങളിൽ അഗാധ പരിജ്ഞാനമുള്ളവരാണ്. അവരുടെ ബുദ്ധിശക്തിയും പാണ്ഡിത്യവും വർണ്ണിക്കാൻ കഴിയില്ല. എനിക്ക് അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരെ ഇവിടെ രാജധാനിയിൽ താമസിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഭൂമിയിലെ ഒരു രാജാവിനും തൻ്റെ സദസ്സ് അലങ്കരിക്കുവാൻ ഇത്ര നല്ല രത്നങ്ങൾ ലഭിച്ചിരിക്കില്ല. നിന്റെ സംസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വാർഷിക വരുമാനമാണ് ആ വൃദ്ധ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത്. അത് ഒരധിക ചെലവായി ഞാൻ കണക്കാക്കുന്നില്ല. അവരിൽ ആരാണ് മെച്ചമെന്ന് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് ഉടനെ ഒരു കാഴ്ചദ്രവ്യം കൊടുത്തയക്കണം. വൃദ്ധ അവരുടെ രാജ്യത്തേക്ക് മടങ്ങുവാൻ തിരക്കുകൂട്ടുന്നു. നിന്റെ പത്നിയെ അയക്കുവാൻ മറക്കരുത്. ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ എൻ്റെ സ്നുഷയുടെ പാണ്ഡിത്യം ആവശ്യമായിരിക്കുന്നു. നിന്റെ പത്നി ഇവരെ തോൽപ്പിച്ചാൽ ഈ മനോഹരികളായ വിദൂഷികളെ ഞാൻ നിനക്ക് അയച്ചു തരാം. നിനക്കും പത്നിയും നന്മ വരട്ടെ. പിതാവിൻ്റെ കത്ത് വായിച്ച ഉടനെ ഷേർഖാൻ തൻ്റെ സഹോദരി ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ആ അടിമ പെൺകൊടിയെ ഇവിടെ കൊണ്ടുവരൂ. അല്പസമയത്തിനുള്ളിൽ നുഷ്അത്ത് രാജധാനിയിലെത്തി. ഷേർഖാൻ പിതാവിൻ്റെ കത്ത് നുഷ്അത്തിനെ വായിച്ചു കേൾപ്പിച്ചു. അവളുടെ അഭിപ്രായം ആരാഞ്ഞു. അങ്ങയുടെ ആലോചനാശക്തി അപാരമാണ്. എങ്കിലും എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മാതാപിതാക്കളെ കഴിയും വേഗം കാണണമെന്നാണ്. എനിക്കും എൻ്റെ ഭർത്താവിനും പിതാവിനെ കാണാൻ അനുമതി നൽകണം. എന്നെ കള്ളപ്രമാണി തട്ടിക്കൊണ്ടു പോയതും വ്യാപാരിക്ക് വിറ്റതും വ്യാപാരി അങ്ങേക്ക് വിറ്റതും വിവാഹമോചനം നടത്തി എന്നെ പള്ളിയറ വിചാരിപ്പുകാരന് നൽകിയതുമെല്ലാം ഞാൻ പിതാവിനെ ധരിപ്പിക്കാം. ശരി, നിന്റെ ആഗ്രഹം പോലെ. നുഷ്അത്തിൻ്റെ ഭർത്താവിന് താൻ ഷേർഖാൻ്റെ സഹോദരീ ഭർത്താവാണെന്ന വിവരം അറിയില്ലായിരുന്നു. ഷേർഖാൻ്റെ ആവശ്യപ്രകാരം അയാൾ സംഘത്തിൻ്റെ നേതാവായി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ഷേർഖാൻ തൻ്റെ കൊച്ചുമകളെ രാജധാനിയിൽ കൊണ്ടുപോയി.
പരിചാരകരെ ഏൽപ്പിച്ചു. നിർഭാഗ്യവതിയായ ഇബ്രീസയുടെ ആ അമൂല്യരത്നം കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടന്നു മിന്നി. രത്നം കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒരിക്കലും മാറ്റരുതെന്ന് ഷേർഖാൻ താക്കീത് ചെയ്തിരുന്നു. കഥയെക്കുറിച്ചും വായനയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കഥയുടെ അടുത്ത ഭാഗം നാളെ.